CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയാണെന്നും ഇത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് വിശ്വാസികൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുമ്പിലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആൽത്തറ കൊടമുക്ക് തലപ്പള്ളിപ്പറമ്പിൽ സജീവിന്റെ ഭാര്യ 33 വയസ്സുള്ള ആതിരയാണ് മരിച്ചത്. ജോലി കഴിഞ്ഞു വരേണ്ട സമയമായിട്ടും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. പ്രസിദ്ധമായ പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിനു ശേഷം നൃത്ത അരങ്ങേറ്റവും വർണ്ണമഴയും നടന്നു. പുന്നയൂർക്കുളത്ത് ബാറിൽ സംഘർഷം, യുവാവിന് വെട്ടേറ്റു. രണ്ടുപേർക്കെതിരെ വടക്കേകാട് പോലീസ് കേസെടുത്തു. വെട്ടിപ്പുഴ സ്വദേശി സുബിൻ, ഷിഫാൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. മരത്തിന്റെ ചില്ല വെട്ടാൻ സമ്മതം നൽകിയതിന്റെ മറവിൽ അയൽവാസി വീട്ടുവളപ്പിൽ കയറി മരങ്ങൾ വെട്ടിയിട്ടതായി പരാതി. പുന്നയൂർ കൊഴിങ്ങര ജലസംഭരണിക്ക് സമീപം കൂളിയാട്ടയിൽ ഷാഫിയുടെ വീട്ടുമുറ്റത്തെ മാവ്, പ്ലാവ് ഉൾപ്പെടെ 9 മരങ്ങൾ വെട്ടിയെന്നാണ് പരാതി. സംഭവത്തിൽ അയൽവാസി പൊക്കുളങ്ങര കബീറിനെതിരെ വടക്കേകാട് പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ആദരം സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിൽ നിന്ന് SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയുമാണ് ആദരിച്ചത്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി. വോട്ട് രേഖപ്പെടുത്തുന്നതിനായി തയ്യാറാക്കിയ 5 പോളിംഗ് ബൂത്തുകളിലായി ഡിജിറ്റൽ സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ 40ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ചൂണ്ടൽ പുതുശ്ശേരി IMA ഹാളിൽ സജ്ജമാക്കിയ MA മുഹമ്മദുണ്ണി നഗറിൽ നടത്തിയ സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കല്ലമ്പുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 21ാം വാർഷികാഘോഷവും കുടുംബസംഗമവും ഞായറാഴ്ച നടക്കും. ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സായി സുദർശന പദ്ധതിയുടെ 20ാം വാർഷികം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്ന ഹോമിയോ ആയുർവേദ സൗജന്യ ചികിത്സാ ക്യാമ്പുകളുടെ പഴഞ്ഞി മേഖലാതല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർവഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകമ്പൽ വില്ലേജ് സമ്മേളനം നടത്തി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും സംസ്ഥാന കൗൺസിൽ അംഗം KS ജോർജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ സൈക്കോളജി വിഭാഗത്തിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി കൗൺസിലിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.